നമസ്തേ. ഇന്നത്തെ ഏറ്റവും വലിയ വാർത്താ താരം, സർവ്വ മാധ്യമങ്ങളും തേടി നടക്കുന്ന വാർത്താ താരം ശ്രീമതി പത്മജ വേണുഗോപാലാണ് ഇന്ന് ജനൻ ടി വിയിലൂടെ ജനങ്ങളോട് സംവദിക്കുന്നത്. ശ്രീമതി പത്മജ വേണുഗോപാൽ, സ്വാഗതം ജനത്തിലേക്ക്. പ്രശസ്തയായ കോൺഗ്രസ് നേതാവ് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നതല്ല ചില കേന്ദ്രങ്ങളെ ഞെട്ടിച്ചത്. 9 MLA-മാരുടെ പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ട് ആ പാർട്ടിയെയും മുന്നണിയെയും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ എത്തിച്ച് പതിറ്റാണ്ടുകൾ കോൺഗ്രസിൻ്റെ നെടുംതൂണായി നിന്ന സാക്ഷാൽ ലീഡറുടെ മകൾ BJP-യിൽ എത്തിയതാണ് കോൺഗ്രസ് വൃത്തങ്ങളെ ഞെട്ടിച്ചത്. എന്തായിരുന്നു പ്രകോപനം, അല്ലെങ്കിൽ എന്താണ് പ്രചോദനം? എൻ്റെ പിതാവും പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. അന്നും പോയിട്ടില്ല പത്മജ വേണുഗോപാൽ. അതെ, കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ട് ഈ കോൺഗ്രസിൻ്റെ ആ പ്രസ്ഥാനത്തിനോട്, എനിക്ക് വ്യക്തികളോടല്ല ഒരിക്കലും ആരാണ്, ആ പ്രസ്ഥാനത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് അച്ഛൻ പോയിട്ട് പോലും. കാരണം കുട്ടിക്കാലത്ത് അച്ഛൻ ഈ ചുവന്ന ഡ്രസ്സ് പോലും ഇടാത്ത ഒരാളായിരുന്നു ഞാൻ. അത്രയും ഒരു വൈരാഗ്യം ഉള്ളിൽ. പക്ഷേ ഇതിപ്പോൾ കുറഞ്ഞു തുടങ്ങിയിട്ടാണ്. കാരണം നമ്മൾ ഏജ് ആവുന്ന അന്നൊക്കെ കുട്ടിക്കാലത്തെ ഒരു ഇതല്ലേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളായി എന്നെ വല്ലാത്ത അവഗണനയാണ്. ഇവർ പറയും അത് തന്നു ഇത് തന്നു. എത്ര എന്നെ നടത്തിച്ചിട്ടാണെന്നറിയാം. എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഇടുക, എന്നിട്ട് അത് തന്നാലും വേറെ ഒന്നിനും എന്നെ ഒരു കമ്മിറ്റിയിലിടില്ല, ഒന്നിനും വിളിക്കില്ല. ഞാൻ ഒരിക്കും എനിക്ക് കരുണാകരൻ്റെ മകളായതുകൊണ്ട് ഇതെടുക്കില്ല എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ 5 കൊല്ലം തൃശ്ശൂർ പ്രവർത്തിച്ച അവർക്കറിയാം ഞാൻ ഒരു സെക്കൻഡ് ഇല്ലാണ്ടാണ്. അതുകൊണ്ടാണ് ആരൊക്കെ എതിർത്തിട്ടും എനിക്കന്ന് ആദ്യത്തെ എന്നെ ക്ലിയർ ചെയ്തത്. അത് ആരും എനിക്ക് ഫേവർ ചെയ്തതല്ല. ശ്രീമതി സോണിയാഗാന്ധി ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മുടെ അവിടുത്തെ നേതാക്കന്മാരെല്ലാവരും എതിർക്കാൻ നോക്കിയതാണ്. പക്ഷേ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് എനിക്ക് സീറ്റ് തന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം ആദ്യം തോൽപ്പിച്ച ആൾക്കാരനെ വീണ്ടും ശക്തിയോടെ എന്നെ തോൽപ്പിക്കുക. അതായത് 1-2 പേര് എൻ്റെ കയ്യിൽ നിന്ന് സാമ്പത്തികവും വാങ്ങി. ഇലക്ഷൻ്റെ സമയത്തൊക്കെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. അവസാനം എന്നെ വണ്ടി പോലും കയറ്റിയില്ല. ടൗണിൽ ഈ 1-2 പേര് ഇനി അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇത് ആരൊക്കെയാ? അല്ല, ഞാൻ പൊതുവെ അങ്ങനെ പറയുന്ന ആളല്ല. ഒരാളെയും ഹേർട്ട് ചെയ്യാണ്ടാണ് ഞാൻ ഇത്രയും കൊല്ലം രാഷ്ട്രീയം കൊണ്ടു കിടന്നത്. അവർ വേണമെങ്കിൽ എന്തും പറഞ്ഞോട്ടെ, അത് അവരുടെ സംസ്കാരം. അതിനൊപ്പം ഞാനൊന്നുമില്ല, അവരുടേതിനേക്കാളും ഞാൻ താണുമില്ലേ. അവിടുത്തെ തൃശ്ശൂരത്തെ ആൾക്കാർക്കൊക്കെ അല്ല, കേരളത്തിലെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ആരാ ഇത് ചെയ്തതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഘട്ടത്തിലും എന്നെ താഴ്ത്തി. എൻ്റെ മണ്ഡലത്തിൽ പോലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാക്കി. ഞാൻ എത്ര നാളെ വീട്ടിലിരിക്കുക വെറുതെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞ്. അതായത് എന്നൊരു സ്ഥാനത്ത് അവിടെ വെച്ചാൽ പിന്നെ കഴിഞ്ഞു അവരുടെ ഡ്യൂട്ടി. പിന്നെ ഒരു ഡ്യൂട്ടിയും തരില്ല. കാരണം ഞാൻ തൃശ്ശൂരൊക്കെ ഒരു കാലത്ത് ഈ പോസ്റ്ററൊക്കെ വരുമ്പോൾ എൻ്റെ മാത്രം ആയിരിക്കും ഒഴിവ്. എൻ്റെ ഇതേ ഇടില്ല. എൻ്റെ മുഖം എന്താ കാണുമ്പോൾ ഇവർക്ക് ഒരു അലർജി മാതിരിയിരുന്നു. അപ്പോൾ ഇങ്ങനെ അപമാനം സഹിച്ചാൽ ഞാൻ ഇങ്ങനെ തീരുമാനം. ഞാൻ ശരിക്കും ഇത് BJP-യിലേക്ക് തീരുമാനം എടുത്തിരുന്നില്ല സത്യം പറഞ്ഞാൽ. ഈ പാർട്ടി വിട്ട് രാജിവെച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കാം. കാരണം ഇവിടെ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മോളുടെ അടുത്തായിട്ട് പോയി ദുബായിൽ അവിടെ ജീവിച്ചാലോ എന്ന് വരെ ചിന്തിച്ച് ഞാൻ. ആ ഒരു ഘട്ടത്തിലാണ് ഇവർ എന്നോട് സംസാരിച്ചും പിന്നെ അവരുടെ കാര്യങ്ങളെ കുറേ കാലമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നത്. എന്തായിരുന്നു BJP-യിലേക്ക് ആകർഷിച്ച ആ ഘടകം? അല്ല, അവരുടെ പ്രവർത്തന രീതി, അവരുടെ ആ പ്രൊഫഷണലിസം, അച്ചടക്കം, പിന്നെ ശക്തനായ നേതാവ്. ഏത് പാർട്ടിക്കും അത് വേണം, ശക്തനായിട്ടുള്ളൊരു നേതാവ് വേണം. കോൺഗ്രസ് പാർട്ടി കുറേ കാലമായിട്ട് അതില്ല. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞ മാതിരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ പോയിട്ട് 2 ദിവസം അവിടെ നിന്നു. എൻ്റെ പൈസ പോയത് മെച്ചം. ആരുമില്ല നേതാക്കന്മാരെ കാണാൻ. പഴയ നേതാക്കന്മാരൊക്കെ പോയില്ലേ. അപ്പം ഞാൻ അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് പോകും. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി ഡൽഹിക്കില്ല. ഡൽഹിക്ക് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അങ്ങനെ പോകാറില്ല. ഇതുകൊണ്ട് ഈ അവകാശവാദം എന്ന് പറയുന്നത് ഇന്നത്തെ ചാലക്കുടി, അന്നത്തെ മൂവന്തപുരം സീറ്റ് തന്നു, തൃശ്ശൂർ തന്നു, പിന്നെയും തൃശ്ശൂർ തന്നു. ജയിക്കാൻ പറ്റാത്തത് ശ്രീമതി പത്മജയുടെ കഴിവുകേട് എന്ന് മുരളിയേട്ടൻ വരെ പറഞ്ഞില്ലേ. 20-ൽ 19 സീറ്റും തോക്കുമ്പോൾ എൻ്റെ സീറ്റ് ജയിപ്പിക്കാൻ ഇത്രയും ശക്തരായിട്ടുള്ള നേതാക്കൾ VM സുധീരനെ പോലെയുള്ള ആളുകളൊക്കെ അന്ന് തോറ്റത്. അവരെക്കാളും കേമനാണ് ഞാനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അന്നൊരു ഇടതുപക്ഷ തരംഗമായിരുന്നു.
പിന്നെ 2 പ്രാവശ്യം എനിക്ക് സീറ്റ് തന്നപ്പോഴും ഈ ഇടതുപക്ഷക്കാർ, എന്നാലും ഞാൻ ഇപ്രാവശ്യം ജയിച്ചേനെ. വെറും 900 വോട്ടിനാണ് ഞാൻ തോറ്റത്. അതെ. ആ അപ്പോൾ പക്ഷെ അപ്പോഴേക്കും മുരളിയേട്ടൻ കയറി നേമത്ത് നിന്നപ്പോൾ അതിൻ്റെ ഒരു ഇതുമാതിരി സുരേഷ് ഗോപിനെ ഇവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ എനിക്ക് കിട്ടേണ്ട പല വോട്ടുകളും ഈ സിനിമാ താരത്തിനോട് എന്തായാലും ആൾക്കാർക്ക് ആരാധനയുണ്ട്. അദ്ദേഹം വോട്ട് പിടിച്ചു, എന്നാലും ഞാൻ ജയിച്ചേനെ കോൺഗ്രസ്സുകാർ ഒപ്പം നിന്നിരുന്നെങ്കിൽ. പക്ഷെ കോൺഗ്രസ്സുകാർ കാലു വാരിയത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഒരു 20,000 വോട്ടിന് തോറ്റാലും പോരായിരുന്നു. അത്ര മോശമായിരുന്നു. അതായത് ഇവരൊക്കെ തമ്മിൽ ഒരിക്കലും MLA ആവാൻ യോഗ്യതയില്ലാത്തവരെ പോലും പിന്നെ ഇങ്ങനെ തിരിക്കും, എന്നിട്ട് അവരെ കൊണ്ട് എതിർപ്രവർത്തനം നടത്തിക്കും. അങ്ങനത്തെ കളികളായിരുന്നു പ്രാവശ്യം മുഴുവൻ. പിന്നെ അവിടെ ഒരു വ്യക്തിയുണ്ട്, പേര് അതും ഞാൻ പറയുന്നില്ല, പിന്നെ എപ്പോഴും ഞാൻ പറയാം. അദ്ദേഹത്തിനും MLA ആക്കാൻ ഒരു വലിയ നേതാവ് അയാൾക്ക് വേണ്ടി പിടിക്കും. അയാൾക്ക് 2 കോർപ്പറേഷനിൽ നിന്ന് തോറ്റ കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും പിടിക്കുക, എന്നിട്ട് അയാളെ ഇറക്കി വിടുക. ഇവരൊന്നും എൻ്റെ വണ്ടി പോലും കയറ്റില്ല. ഇയാളുടെ കൂടെയുള്ളൊരു മണ്ഡലം, ആ ഒരു മണ്ഡലം ബസ്സിൻ്റെ അയാളുടെ കൂടെയുള്ളൂ. ആ മണ്ഡലം ബസ് എൻ്റെ വണ്ടി കയറാൻ കാല് പിടിച്ചിട്ട് 10 മിനിറ്റ് അയാൾ എൻ്റെ കൂടെ വണ്ടിയിൽ വന്നത്. അപ്പോഴേ എനിക്ക് കാലം വലിക്കണം മനസ്സിലായി. അല്ല, ഈ പിന്നിൽ നിന്ന് കുത്തിയെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോഴും പക്ഷെ പറയുന്നില്ല ആരാ പിന്നിൽ നിന്ന് കുത്തിയതെന്ന്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പോളിസി നിങ്ങൾ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ ചീത്ത പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളൊരു പ്രസ്ഥാനത്തിൽ നിന്നിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ ചീത്ത പറയുക എന്ന് പറയുന്നത് നല്ലൊരു കീഴ്വഴക്കമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആ മര്യാദയൊന്നും വേണ്ടാന്ന് എനിക്ക് ചില ദിവസം രാത്രി കിടക്കുമ്പോൾ ഒക്കെ തോന്നും. രാവിലെ അമ്മയ്ക്ക് തണുത്തു പോകും. അതാണ് പ്രശ്നം. 2018 പറഞ്ഞിരുന്നു സാക്ഷാൽ കെ കരുണാകരനെയും മക്കളെയും അടക്കം നശിപ്പിക്കാൻ 5 നേതാക്കൾ കേരളത്തിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു എന്ന്. അവരുടെ പേരും ഇനി പറഞ്ഞില്ലെങ്കിൽ അതിൽ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. മരിച്ചുപോയ ആൾക്കാർ അവർക്ക് തിരിച്ചു വന്ന് എന്നോട് ഉത്തരം പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. ശരി. ഇപ്പോ ശ്രീ കെ മുരളീധരന്റെ കാര്യം പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അന്ന് സംഭവിച്ചത് അദ്ദേഹവും തോറ്റു, പത്മജ വേണുഗോപാലിനെയും തോൽപ്പിച്ചു അല്ലേ? അതുകൊണ്ടുണ്ടായത്. അത് അദ്ദേഹത്തിന് MP ആയിട്ട് അവിടെ ഒതുങ്ങിയിരുന്നാൽ മതിയായിരുന്നു, നമ്മളെ രക്ഷപ്പെട്ടു പോയെന്നെ. അപ്പോൾ കയറി നിയമത്ത് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് ഇതൊക്കെ. അപ്പോൾ പിന്നെ നാച്ചുറലി ഇവർക്കൊക്കെ ദേഷ്യം വന്നു. അവർക്കൊരു സീറ്റ് കിട്ടണേൽ മുരളിയേട്ടൻ കയറി ഇതാക്കി എന്നുള്ളതാണ് അവരുടെ വിഷമം. അത് എന്നാൽ ആങ്ങളെയും പെങ്ങളും പോണ്ടെന്ന് അവർ തീരുമാനിച്ച മാതിരി നടത്തി. ഇത്രയേ ഉള്ളൂ. ഈ വളരെ ശക്തമായ വിമർശനമാണ് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അതായത് വർക്ക് അറ്റ് ഹോം അവിടെയും കിട്ടുമായിരിക്കും എന്നുള്ള മട്ടിൽ. അദ്ദേഹം ഉദ്ദേശിച്ചത് വർക്ക് ഫ്രം ഹോം ആയിരിക്കും, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ കൊളോക്കിയലി വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞു. അതിനോട് എങ്ങനെ മറുപടി വന്നു? ഈ വീട്ടിൽ അതായത് കഴിഞ്ഞ 3 കൊല്ലമായിട്ട് തന്നെ ഞാൻ വളരെ പതുക്കിയാണ്, എന്തെങ്കിലും ആവശ്യം തന്നെ പോകുമെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നിൽക്കലൊക്കെ നിർത്തി ഞാൻ. പക്ഷേ എന്നാലും ഞാൻ പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് വളരെയധികം അസുഖങ്ങൾ വന്നു. ഞാൻ വീണു. അത് കഴിഞ്ഞ് വേറെ കുറേ പ്രശ്നങ്ങൾ, അത് മുരളിയേട്ടന് മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ഞാൻ ഓരോന്നും ആരെങ്കിലോടും പറയാൻ വേണ്ട വിഷമങ്ങൾ. അപ്പോൾ ചേട്ടനോട് വിളിച്ച് പറയാം. അദ്ദേഹത്തിന് എല്ലാം അറിയാം. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഈ 1.5 കൊല്ലം ഇത്തിരി സ്ലോ ആയിപ്പോയത് എന്താണെന്നുള്ളതിന് കാരണം പറഞ്ഞപ്പോൾ അതെന്നെ വല്ലാണ്ട്, രാഷ്ട്രീയത്തിനായാലും സ്വന്തം പെങ്ങളുടെ അസുഖം അറിഞ്ഞിട്ടും അത് പറയരുത്. ഞാനെന്ന് വെച്ചാൽ അവിടെ എൻ്റെ ചേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അസുഖം കാരണമാണ് സജീവമല്ലാതായെന്ന് അറിഞ്ഞുകൊണ്ടാണോ ഈ വിമർശനം ഉന്നയിച്ചത് കെ മുരളീധരൻ? അത് അവിടെ നിർത്തിയിട്ടില്ല. സഹോദരി എന്നുള്ള നിലയിലുള്ള ബന്ധം അവസാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ അദ്ദേഹം DIC-യിലും NCP-യിലൊക്കെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഏട്ടനായിട്ട് അംഗീകരിച്ചു. ഞാൻ കോൺഗ്രസ്സുകാരിയായിരുന്നു. ഒരു പാർട്ടി മാറിയതുകൊണ്ട് രക്തബന്ധം പോവോ? അല്ല, മുരളി മന്ദിരത്തിൽ ഇനി സംഘികൾക്ക് കയറി ഇറങ്ങാൻ പറ്റില്ലെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മുരളി മന്ദിരത്തിലല്ലേ ശ്രീ കെ കരുണാകരന്റെ ഓർമ്മകൾ? ആ വീട് എൻ്റെ പേരില, എനിക്കാണ് അച്ഛൻ തന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു നല്ല മനസ്സ് ഇന്നത്തെ കാലത്ത് പാടില്ല എന്നുള്ളതിന് ഉദാഹരണം ഇപ്പം ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചു അച്ഛൻ മരിച്ചാൽ ഡയറക്റ്റായിട്ട് 2 മക്കൾക്കാണല്ലോ അവകാശം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ മുരളിയേട്ടൻ തന്നെ പറഞ്ഞു കേട്ടോ, നിൻ്റെ പേരിൽ എഴുതാം, നിനക്കൊന്നും തന്നിട്ടില്ല വീട്ടിൽ നിന്ന്. തിരുവനന്തപുരത്തെ വീട് മുരളിയേട്ടന് കൊടുത്തു. തൃശ്ശൂരത്തെ വീട് എനിക്ക് ആകെ 2 വീട് അച്ഛൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് അച്ഛൻ്റെ മിടുക്കല്ല, അമ്മ കുറി പിടിച്ചിട്ടും ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്.
അപ്പോൾ ആ വീട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, മുരളിയേട്ടനും കൂടി വന്ന് തൊഴണം എന്ന് തോന്നുമ്പം എൻ്റെ വീട്ടിൽ വന്ന് തൊഴണം, അച്ഛനെ തൊഴണമുള്ള ബുദ്ധിമുട്ട് വേണ്ട, മുരളിയേട്ടൻ്റെ കാലത്തോളം ഞങ്ങൾ രണ്ടുപേരും പേരിലും കിടക്കട്ടെ എന്ന് പറഞ്ഞു. മുരളിയേട്ടൻ കോൺഗ്രസ്സുകാരനായിട്ട് അവിടെ കോൺഗ്രസ്സുകാർക്ക് വരാമെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ അവിടുത്തെ അവകാശിയല്ലേ, പകുതി അവകാശിയാണ്. പിന്നെ ഭീഷണിയൊന്നും വേണ്ട, അതൊന്നും വേണ്ട എൻ്റെ അടുത്ത്, അതൊന്നും വേണ്ട. പിന്നെ കോൺഗ്രസ്സുകാർ വന്നിട്ട് പൂജ നടത്തിക്കോട്ടെ, എന്ത് വേണം ചെയ്തോട്ടെ, ഞാൻ ഒന്നും പറയില്ല. കാരണം ഇപ്പോഴെങ്കിലും അച്ഛന് എനിക്ക് ഏറ്റവും ചിരി വന്നത്, ഇതുവരെ അവിടെ കിടക്കാത്ത പല ആൾക്കാരും ഇന്നലെ വാശിക്ക് വന്നിട്ട് പൂജ ചെയ്തിട്ടുണ്ടപ്പോൾ ഞാൻ ഭാഗ്യം, ഇപ്പോഴെങ്കിലും എൻ്റെ അച്ഛനെ ഒരു ഓർത്തുമല്ലോ, നല്ലൊരു സന്തോഷം എനിക്ക് തോന്നിയത്. ഇനി ഒരു വിമർശനത്തിനും കൂടി മറുപടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിൽ കിടക്കാം. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ പറഞ്ഞത് ഇനി ലീഡറുടെ പാരമ്പര്യം പത്മജ വേണുഗോപാൽ അവകാശപ്പെട്ട വഴിയിൽ തടയുന്നതാണ്. അത് ഈ മൂക്കാതെ പഴുക്കണ സ്വഭാവം, വേറെ കുഴപ്പമൊന്നുമില്ല. ആൾ ഈ ചാനലിൽ ഇരുന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് നേതാവായത്. അപ്പോൾ ആൾക്കെന്നെ തോന്നി എന്നെ നേതാവാവണമെങ്കിൽ ഞാനൊരു അടിപിടി ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എന്ന്. വേറെ പാർട്ടികളുടെ സഹായത്തോടു കൂടി അദ്ദേഹം ജയിലിൽ പോയി അടിയിടിയും ബഹളമൊക്കെ ഉണ്ടാക്കി, അതോടെ ഒറ്റ ദിവസം കൊണ്ട് നേതാവായി. ഇതൊക്കെ ഞാൻ അന്തം വിട്ട് നോക്കിയിരിക്കാറുണ്ട്. കാരണം ഒരു ഇതിലും പണ്ട് ഞാൻ കണ്ടിട്ടില്ല രാഹുലിനെ. അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 1-2 നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആൾ നേതാവായത്. ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ലോണം. എനിക്ക് ഈ 1.5 കൊല്ലം മാത്രമേ ഞാനൊന്ന് പിന്നിലേക്ക് പോയിട്ടുള്ളൂ വയ്യാണ്ട്. അതുവരെ ഞാൻ നല്ലോണം പണിയെടുത്ത ആളാണ്. അതുകൊണ്ട് ഉമ്മാക്കൊന്നും എൻ്റെ അടുത്ത് കാണിക്കണ്ട. എൻ്റെ അച്ഛനെ കാണാൻ ഒളിവിൽ കുട്ടിയായിരിക്കുമ്പം പോയിട്ടുള്ള ആളാണ് ഞാൻ. ആ ആളല്ല എന്നെ പേടിപ്പിക്കണേ. എനിക്കിതൊന്നൊരു പേടിയില്ല. ഒന്നുകൂടി പറഞ്ഞു, പക്ഷെ അത് ജനൻ TV പ്രേക്ഷകരുടെ മുന്നിൽ പറയാൻ കൊള്ളാവുന്ന വിമർശനമല്ല, അതും കേട്ട് കാണുമായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമായിരിക്കും. ആ സംസ്കാരത്തിന് ഇതിന് ഉത്തരം പറയാമെന്ന ഞാൻ അതിനേക്കാളി മോശമായി പോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് വിടും. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെങ്കിലും തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലിനുള്ള സൗഹൃദ വലയം, സ്വാധീനം ചെറുതല്ല. അപ്പൊ അത് ഇത്തവണ, കഴിഞ്ഞ തവണ അത് സുരേഷ് ഗോപിക്കെതിരെയാണ് ആ ശക്തി നിന്നതെങ്കിൽ ഇപ്പോൾ ഇതും കൂടി വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അത് വലിയ കരുത്താവില്ല ഇത്തവണ? തീർച്ചയായും. കാരണം ഞാൻ ഏത് പാർട്ടിയിലാക്കണം അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും. എൻ്റെ സഹോദരൻ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പോവുമായിരുന്നു. ഇന്ന് ഞാൻ 101% മനസ്സോടെ പോകണം. കാരണം അദ്ദേഹം ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സുഖമല്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പാർട്ടി പറയണത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് പോകും. അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നു പോകുന്ന കാര്യം? ഇല്ല, ഞാൻ എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറയായിരുന്നു അതൊന്ന് രാജിവെക്കുന്ന തലേദിവസം വരെ ഞാൻ പറഞ്ഞു. പക്ഷേ വേറെ ഒന്നിലേക്ക് പോകാൻ ഞാൻ ആലോചിച്ചിരുന്നില്ല സത്യം പറഞ്ഞു. അതുകൊണ്ടാണ് ഈ പോകുമെന്ന് പറയല്ലാണ്ട്. അപ്പോൾ ഒരു ദിവസം മുരളിയേട്ടൻ പറയുകയും ചെയ്യുന്നത്, നീ അങ്ങ് പൊക്കോ, നീ ഇത്രയും മാനസിക വിഷമം കൊണ്ട് ഇതിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അങ്ങനെ വരെ പറഞ്ഞ ആളാ മുരളി. ഒരിക്കൽ കൂടി ഇങ്ങനെ വിഷമിച്ച് ഇവിടെ നിൽക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞു ശ്രീ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ റെക്കോർഡ് ചെയ്യാനുള്ള അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട മനസ്സൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. എൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് തന്നെയാണ്. ഈ മറ്റൊരു കാര്യം, ഈ അവിടെ ഡൽഹിയിൽ പത്മജ വേണുഗോപാൽ BJP അംഗത്വം സ്വീകരിക്കുമ്പോൾ തകൃതിയായി കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക അഴിച്ചു പണിത് പൊളിച്ചു പണിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയി. ഇത്രയും സ്വാധീനം കേരളം മുഴുവൻ പത്മജ വേണുഗോപാലിനുണ്ടെന്ന് പത്മജ വേണുഗോപാൽ അറിയാമായിരുന്നോ? ഇല്ല. കാരണം ഞാൻ തന്നെ എട്ടിപ്പോയി, അത്ര വലിയ ആളായിപ്പോയെന്ന്. അതായത് അതല്ല, ഞാൻ ഒരിക്കലും ഇന്ന ആളുടെ മകളാന്ന് പോലും ഉള്ളൊരു അഹങ്കാരം നിങ്ങൾക്കൊക്കെ പണ്ടേ എന്നെ അറിയാം. അന്നും ഞാൻ ഇങ്ങനെ തന്നെയല്ലേ, ഇപ്പോഴും ഞാൻ ഇങ്ങനെയാണ്. അപ്പോൾ പക്ഷെ അവരെന്നെ പേടിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത്രയും എല്ലാ വയ്യാത്ത KPC പ്രസിഡന്റ് അദ്ദേഹമാണ് ആ കൂട്ടത്തിൽ ആകെ എന്നോടൊരു മമത കാണിച്ച ആൾ കേട്ടോ. അദ്ദേഹത്തിന് സുധാകരൻ എനിക്ക് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ഒരു താല്പര്യമില്ല. അദ്ദേഹം പറ്റാവുന്ന രീതിയിൽ എന്നെ പക്ഷെ അദ്ദേഹത്തിന് പോലും ഒന്നും നടക്കണില്ല. അതുകൊണ്ട് എനിക്കറിയാം അദ്ദേഹത്തിനോട് എന്താ ഇനിയിപ്പോൾ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ അതുകൊണ്ടാണ്, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് ഇനി അതിൽ നിന്ന് എന്നെ ആരും നോക്കാനില്ല എന്നൊരു തോന്നൽ. നമുക്ക് എന്തായാലും ഒരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഒരാളുള്ളത് നല്ലതല്ലേ. സുധാരേട്ടൻ മൂത്തൊരേട്ടൻ്റെ മാതിരിയായിരുന്നു. ഇനിയും നേതാക്കളെ പ്രതീക്ഷിക്കാമോ BJP? തീർച്ചയായിട്ടും. എത്ര പേരെന്നില്ല, ഓരോ പേരുകൾ കേട്ടപ്പം ഞെട്ടി ബോധം കെട്ടുതല കിടന്നുറങ്ങിപ്പോയി ഞാൻ. അത്രയുമുള്ള ആളുകൾ. എന്നാൽ തെളിച്ച് പറയാം, പ്രമുഖ നേതാക്കൾ ഇനിയും BJPയിലേക്ക് വരും കോൺഗ്രസിൽ നിന്ന്. ഉറപ്പാണത്? ഉറപ്പാണ്. അപ്പോൾ ആ പേരുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.
ഈ ലീഡറുടെ ഒരു ഒരു സ്വാധീനം എന്നുള്ളത് തൃശ്ശൂരിലെ സഭ എന്ന് പറഞ്ഞ സഭയുടെ പേരൊന്നും പറയുന്നില്ല. ലീഡർ എന്നൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു വന്നൊക്കെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു. ആ പിന്തുണ ഇനി മകൾക്കും മകൾ വഴി BJPക്കും ലഭിക്കും എന്ന് കരുതുന്നുണ്ട്. അത് ഞാൻ വഴിയേ ഇരിക്കില്ല, ആരെങ്കിലുമൊക്കെ വഴി കിട്ടും. കാരണം ഇപ്പം എല്ലാവരും നോക്കുന്ന പാർട്ടിയല്ല, ജനങ്ങൾക്ക് ആരും ഉപകാരം ചെയ്യണോ അല്ലെങ്കിൽ ഏത് വ്യക്തി ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണോ. എനിക്ക് തോന്നുന്നു ഇപ്പം ഇനി സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ട് ഒരു പരിധി വരെ BJP ആണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കുറേ വോട്ട് കിട്ടും, അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എൻ്റെ അനുഭവമാണ്. കാരണം ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ സുരേഷ് ഗോപി ഒപ്പത്തിനൊപ്പത്തി. അപ്പം എനിക്ക് മനസ്സിലായി ആളോടുള്ളൊരു താല്പര്യം ജനങ്ങൾക്ക്. അത് ഒരു ക്രിസ്ത്യൻ ഏരിയയാണ്. മറ്റൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചലനവും ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. പത്മജ പോയത് അങ്ങനെ വെച്ചാൽ അങ്ങനെ ഇരുന്നോട്ട് അവരെന്തിനു പറഞ്ഞുകൊണ്ടിരിക്കണേ? പിന്നെ എന്തിനീ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അവരവിടെ തന്നെ നിന്നാൽ പോരെ? അതെന്നൊക്കെ അറിഞ്ഞൂടെ? കൂടുതൽ പറയുമ്പോൾ കൂടുതൽ പേടിച്ചിട്ടാണ് പറയണത്. എന്ന് വെച്ചിട്ട് UDFന് വോട്ടുകൾ കുറയുന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എലക്ഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. വേറെ ഇതുകൊണ്ടല്ല, ഞാൻ ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ എനിക്കൊരു സ്വാതന്ത്ര്യം തന്നാൽ ഞാൻ പ്രവർത്തിക്കും. ഇത് നമ്മളെ ഒന്നിലൂടാണ്ട് അവിടെ മാറ്റി നിർത്തിയാൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ പറ്റണില്ല, പിന്നെയല്ല ഇനി അപ്പുറത്തും പോകണം. മത്സര രംഗത്തേക്കുണ്ടോ? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല. അപ്പം ഉടനെ ഒരു സീറ്റ് തരാം എന്നുള്ള വാഗ്ദാനം ഒന്നും നൽകിയല്ല. അല്ല, ഒന്നും ഞാനൊരു ഡിമാൻഡ് വെച്ചിട്ടില്ല. എനിക്ക് പ്രവർത്തിക്കണം സ്വതന്ത്രമായിട്ട്. ചാലക്കുടിയിൽ വരുമെന്ന് പേടിച്ചാണെന്ന് തോന്നുന്നു തൃശ്ശൂർക്ക് ഒരാളെ കൊണ്ടുവരുന്നു. വയനാട്ടിൽ വരുമെന്ന് പേടിച്ച് അവിടെ ആകെ അഴിച്ചു പറയുന്നു. പിന്നെ വടകരയിലേക്ക് പരിഗണിച്ചയാൾ എനിക്ക് വയ്യ എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. മുഴുവൻ ന്യൂസ് കാണാൻ പറ്റിയിട്ടില്ല, എന്ന് രാവിലെ ഇറങ്ങി പോകുന്നതാണ്. ഞാൻ വാർത്തയിൽ കണ്ടത് ഇതാണ്, ഷാഫി പറമ്പിൽ അടുപ്പക്കാരോട് പറഞ്ഞു എന്ന് ബുദ്ധിമുട്ടുണ്ട്, എന്നെ ഒഴിവാക്കണമെന്ന്. ഈ അഴിച്ചുപണിയുടെ ഭാഗമാണ്, അഴിച്ചുപണി പോലും റിപ്പോർട്ടുകളാണ്. ഈ ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു സംഗതി, ഈ ലീഡറുടെ അല്ലെങ്കിൽ ലീഡർ നേരിട്ടിരുന്ന ഒരു വലിയ വിമർശനം, അതാ 100 മൈൽ സ്പീഡിൽ ഗുരുവായൂർക്ക് പോകുന്നു. അത് EK നായനാരുടെ വിമർശനമൊക്കെ എന്താണെന്ന് നമുക്കറിയാം, അവർ തമ്മിലുള്ള ബന്ധവും അറിയാം. എങ്കിൽ പോലും കരുണാകരനെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം വിടുവായില്ല. പക്ഷേ ഗുരുവായൂരപ്പനെ കാണാൻ എല്ലാ 1-ാം തീയതിയും കരുണാകരൻ പോയിരുന്നെങ്കിലും ആ സമയത്തും മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാർട്ടികളുടെ എല്ലാവരുടെയും വിശ്വാസം, അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള നേതാവായിരുന്നു EK കരുണാകരൻ. അതായത് അദ്ദേഹത്തിന്റെ ഭക്തി മറ്റൊരു സമുദായത്തിന് അലോസരമായി തോന്നിയിരുന്നില്ല. ഇല്ലേ? അതെങ്ങനെയായിരുന്നു ആ ഒരു? അതെങ്ങനെയാന്നത് പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ലാണ്. അച്ഛൻ്റെ ആ ഒരു മിടുക്കല്ല, അച്ഛനത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്തിരുന്നത്. അതെന്നെ ദൈവം കൊടുത്തായിരിക്കുന്ന വിചാരിക്കണം. കാരണം മാനസികമായി അദ്ദേഹം എല്ലാവരുടെയും ആളായിരുന്നു. പക്ഷെ അദ്ദേഹം പറയണത് ഞാൻ ജനിച്ച ഹിന്ദു മതത്തിൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഭക്തനായി. ആ പൂജ ഞങ്ങൾ വരെ കണ്ടിട്ടുണ്ട്, വീട്ടിലെ പൂജ, വിശാലമായ പൂജ. അതെ. ഇന്ന് വേറൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നുണ്ടല്ലോ. ഈ അമ്പലത്തിൽ പോകുന്നതോ ക്ഷേത്രത്തിൽ പോകുന്നതോ ചില വിശ്വാസങ്ങൾ ചിലർക്ക് സുഖിക്കാത്ത മട്ടിലുള്ള, അല്ലെങ്കിൽ ചില വിശ്വാസങ്ങൾ മാത്രം അരോചകമാകുന്ന ഒരു നറേറ്റീവ് ഉരുത്തിരിഞ്ഞ് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കുറച്ച് അത് തുടങ്ങിയിട്ടുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ചന്ദനക്കുറി തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ഇതായാലൊക്കെ ഞാൻ അതുകൊണ്ട് പലപ്പോഴും പേടിച്ച് ഞാൻ ചന്ദനക്കുറി തൊടാറില്ല. എനിക്ക് ചന്ദനക്കുറി തൊടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് തൊട്ടാൽ ഉടനെ അവരിങ്ങനെ എൻ്റെ മുഖത്തേക്ക് നോക്കും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി ഉള്ളിൽ പോയി തുടച്ചിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇനി ധൈര്യമായി സന്തോഷമായിട്ട് രാവിലെ കുറുതറാവില്ല. തീർച്ചയായിട്ടും. അതിനെപ്പറ്റി എന്ന് വെച്ചിട്ട് ഞാനും എല്ലാ കമ്മ്യൂണിറ്റി ആയിട്ട് അടുപ്പുള്ള ഒരാളാണ്.
എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാർ എല്ലാം വേറെ വേറെ അവരെൻ്റെ സ്വന്തം ഇതുമാതിരിയാണ് ഞാൻ കൊണ്ടു നടക്കാറ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഏത് പാർട്ടിക്കും ഒരു വിഭാഗം ജനങ്ങളെ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും കൂടി ചേരുമ്പോഴൊരു പാർട്ടി, മറ്റേത് വേറെ. ഒരു പാർട്ടിക്ക് വളരണമെങ്കിൽ എല്ലാവരും വോട്ടും വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതൽ ന്യൂനപക്ഷങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. അവരെല്ലാവരും നല്ല രീതിയിൽ, ഇപ്പോൾ ഞാൻ വാരണാസി, ഞാൻ കാശിയിൽ പോയതാട്ടെ, ഇപ്രാവശ്യം അതല്ല കുറച്ച് നാൾ മുമ്പ്. അവിടെ ചെന്നപ്പം എല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയും BJPയുടെ കൂടെയാണ്. ഞാൻ ഞെട്ടി. ഞാൻ വിളിച്ചു, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് കേരളത്തിൽ, ഞങ്ങളിവിടെ ബ്രാഹ്മിൻസും മുസ്ലിംസും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്ക് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ട്, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, പിന്നെ എന്തിനാന്ന്. പക്ഷെ ഇവിടെ ഈ BJP എന്നുള്ളൊരു ഉമ്മാക്കി കാണിച്ചിട്ടാണല്ലോ UDFും LDFും വോട്ട് പിടിക്കുന്നത്. BJPയെ ചെറുക്കാൻ ഞങ്ങൾക്ക് കഴിയും. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിലാണ്. ഇവിടെ വേറെ പാർട്ടിയും കൂടി ഉണ്ട്, അവരുടെ കിടന്ന് ചെയ്യാവുന്ന പണികളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. ഈ പരമാവധി കോൺഗ്രസിന്റെ മെഷീനറി മുഴുവൻ അല്ലെങ്കിൽ വേറെക്കുറെ ഉപയോഗിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഒപ്പം നിന്ന വലിയൊരു വിഭാഗമുണ്ട്. അതിൽ വലിയ സുഹൃത്തുബലം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. തൃശ്ശൂരിൽ ബന്ധുബലമുണ്ട്, ഒരുപാട് ആരാധകരെന്നോ അണികളെന്നോ സ്നേഹിക്കുന്നവരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവരെ വിട്ടുപോരുന്നതിൽ എനിക്ക് വളരെ സങ്കടം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് എന്നെ തടഞ്ഞത്. എനിക്കൊരു നേതാവും ഒന്നുമല്ല എന്നെ നടന്നു, എന്നെ ഈ പ്രവർത്തകരാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ എനിക്കറിയാം അവർ കുറച്ച് കഴിഞ്ഞാൽ അവർ വരും എൻ്റെ കൂടെ. കാരണം ഞാൻ അവർക്ക് കൊടുത്ത സ്നേഹമാണ്, വേറെ ഒന്നുമല്ല, സ്നേഹം മാത്രം. ഇപ്പോഴും അവരെന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വണ്ടിയിൽ കുറേ പേര് എയർപോർട്ടിൽ വരുന്നുണ്ടായിരുന്നു. ഞാനപ്പോഴേക്കും പോന്നു വണ്ടിയും പിടിച്ച്, ഒരു പേടിയില്ലാണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് ഇനി. പാർട്ടി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും. പണ്ടേ എൻ്റെ സ്വഭാവം അതാ. അപ്പോൾ പത്മജ വേണുഗോപാലിന്റെ ശക്തി എന്ത് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയുന്ന ആ ദിവസത്തിനായി, അത് എണ്ണുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കാരണം ഈ ഒരു ഇലക്ഷനിൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം LDFിൻ്റെ അത്രയും ഒരു കെടുകാര്യസ്ഥത ഇതിലുണ്ട്. അങ്ങനെ വരുമ്പം എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം. എനിക്കൊരു മാജിക്ക് കാണിക്കാൻ ഞാനൊരു മജീഷ്യനൊന്നുമല്ല. പക്ഷെ കാലം പോകുമ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം പുതിയ ദൗത്യം, പുതിയ വെല്ലുവിളി, അതെ, പുതിയ അവസരങ്ങൾ, അതെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജനൻ TV യിലൂടെ ജനങ്ങളോട് ആദ്യം സംസാരിച്ചതിന് വളരെയധികം നന്ദി, ആശംസകൾ. നമസ്തേ.